എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. ചാന്ദ്രദിന ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ISRO ഭ്രമണപഥത്തിൽ എത്തിച്ച ഇന്ത്യയുടെ ബഹിരാകാശ വിക്ഷേപണ ചരിത്രത്തിലെ ഏറ്റവും ഭാരമുള്ള US കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹം. ഉത്തരം ബ്ലൂബേർഡ് ബ്ലോക്ക് 2. ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിക്കപ്പെട്ടതിന്. ഉത്തരം 2023 ജൂലൈ 14. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ്. ഉത്തരം ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? ഉത്തരം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ഉത്തരം ശുഭാംശു ശുക്ല. ബഹിരാകാശത്ത് മാരത്തൺ നടത്തിയ ആദ്യ വ്യക്തി. ഉത്തരം സുനിത വില്യംസ്. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൽ ഉൾപ്പെട്ട മലയാളി. ഉത്തരം പ്രശാന്ത് ബാലകൃഷ്ണൻ. ദ സെക്കൻഡ് ഓർബിറ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവായ ബഹിരാകാശ സഞ്ചാരി ആര്? ഉത്തരം ശുഭാംശു ശുക്ല. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 23. ISROയുടെ 100ാമത്തെ വിക്ഷേപണ ദൗത്യം. ഉത്തരം NVS 02. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ്. ഉത്തരം വിക്രം 1. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ മലയാളി ആരാണ്? ഉത്തരം ഡോക്ടർ അനിൽ മേനോൻ. ആദ്യമായി ചന്ദ്രോപരിതലത്തിലിറങ്ങിയ സ്വകാര്യ പേടകമേത്? ഉത്തരം ഒഡീസിയസ്. ചന്ദ്രയാൻ 3ൻ്റെ സോഫ്റ്റ് ലാൻഡിങ്ങിന് ശേഷമുള്ള ആദ്യ സന്ദേശം എന്താണ്? ഉത്തരം ഇന്ത്യ ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ഉത്തരം ശുക്രൻ. ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച വാഹനം ഏത്? ഉത്തരം അപ്പോളോ 11. ചന്ദ്രയാൻ 3ൻ്റെ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത സ്ഥലത്തിൻ്റെ പേര്? ഉത്തരം ശിവശക്തി പോയിന്റ്. ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പുള്ള 15 മിനിറ്റ് ചെയർമാനായ S സോമനാഥൻ വിശേഷിപ്പിച്ചത്? ഉത്തരം ഭീകരതയുടെ 15 മിനിറ്റുകൾ. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്?
ഉത്തരം സെലനോളജി. ഇന്ത്യയുടെ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് ഏതു വർഷം? ഉത്തരം 2008 ഒക്ടോബർ 22. രണ്ടാമതായി ചന്ദ്രനിൽ ഇറങ്ങിയതാര്? ഉത്തരം എഡ്വിൻ ആൾഡ്രിൻ. ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ച ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ? ഉത്തരം ഗലീലിയോ ഗലീലി. ഇന്ത്യയിലെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 പ്രോജക്ട് ഡയറക്ടർ? ഉത്തരം നിഗർ ഷാജി. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം? ഉത്തരം ആപ്പിൾ. ചന്ദ്രയാൻ 3 പ്രോജക്ട് ഡയറക്ടർ ആരാണ്? ഉത്തരം പി വീരമുത്തുവേൽ. യൂറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ ചുറ്റിയത്? ഉത്തരം 108 മിനിറ്റ്. ചന്ദ്രനിലെ മണ്ണിനെ പറയുന്ന പേര് എന്താണ്? ഉത്തരം റിഗോലിത്ത്. അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തുണ്ട്? പ്രശസ്തമായ ഈ വരികൾ എഴുതിയതാര്? ഉത്തരം ONV കുറുപ്പ്. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമോപഗ്രഹം ഏത്? ഉത്തരം രോഹിണി. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം? ഉത്തരം റഷ്യയിലെ സല്യൂട്ട് 1. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ വാഹനം നിയന്ത്രിച്ചത് ആര്? ഉത്തരം മൈക്കിൾ കോളിൻസ്. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത? ഉത്തരം കൽപ്പന ചൗള.